നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാദമി. മൈസെൽഫ് ആനി സ്മിത്ത്. പി ബ്ലോക്ക് എലമെന്റ്സിലെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 15 എലമെന്റ് ആയ നൈട്രജന്റെ 3 ഡിഫറെന്റ് കോമ്പൗണ്ട്സ്, അമോണിയ, നൈട്രിക് ആസിഡ്, അതുപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുമ്പോൾ ഒരു 5 പേരുണ്ട്. അവരുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് അമോണിയയെ കുറിച്ച് പഠിക്കാം. ഒരു കെമിക്കലിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്? ആദ്യം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ വരണം. NH3, ദാറ്റ് ഈസ് ദി കെമിക്കൽ ഫോർമുല. അമോണിയ എന്ന മോളിക്യൂൾ നിങ്ങൾക്ക് പരിചയമുള്ള മോളിക്യൂളാണ്. പിരമിഡൽ സ്ട്രക്ചർ ആണ് അല്ലേ? നമുക്കൊന്ന് വരച്ച് നോക്കാം. മൂന്ന് NH ബോൺഡ്സ്, ഒരു ലോൺ പെയർ ഉണ്ട്, 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. സോ NH3 ഈസ് എ പിരമിഡൽ മോളിക്യൂൾ. എന്തുകൊണ്ടാണ് പിരമിഡൽ ആയത്? ആ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ ബോണ്ട് പെയർ റിപ്പൾഷൻസിനേക്കാൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ NH ബോൺഡ്സ് ഒക്കെ കറക്റ്റായിട്ടുള്ള ടെട്രാഹീഡ്രൽ ആംഗിൾ അല്ല, അതിലും കുറഞ്ഞ 107 ഡിഗ്രി ആംഗിളിലാണ് ഈ NH ബോൺഡ്സ് ഉള്ളത്. ക്ലിയർ? അറ്റ്മോസ്ഫിയറിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിലെ അമോണിയ ഗ്യാസ് പ്രസന്റ് ആയിട്ടുള്ളൂ. സോയിലിൽ അമോണിയ ഗ്യാസ് ഉണ്ടാവുന്നത് നൈട്രജനസ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ്. യൂറിയ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അമോണിയ ഗ്യാസ് വിൽ ബി ഫോംഡ്. സ്മോൾ സ്കെയിൽ ആയിട്ട് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനിലാണ്. റിയാക്ടൻസ് ആരൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോബബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്? അമോണിയം ക്ലോറൈഡിൽ നിന്നും അമോണിയ NH4ൽ നിന്നും NH3 ഗ്യാസ് വിൽ ബി ഫോംഡ്. ഒരു H ബാക്കിയുണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മറ്റൊരു റിയാക്ടൻ്റ്. അപ്പോൾ കാൽഷ്യത്തിൽ നിന്നുള്ള ഹൈഡ്രോക്സൈഡ് OHും ബാക്കിയുള്ള അമോണിയ NH4ൽ നിന്ന് ബാക്കിയുള്ള Hഉം തമ്മിൽ വാട്ടർ ഫോം ചെയ്യും ചേർന്നിട്ട്. പിന്നെ Cl ബാക്കിയുണ്ട്, കാൽഷ്യം ബാക്കിയുണ്ട്. രണ്ടുപേരും ചേർന്നിട്ട് കാൽഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്ട്സ്? അമോണിയ, വാട്ടർ ആൻഡ് കാൽഷ്യം ക്ലോറൈഡ്. റിയാക്ടൻസ് നോക്കി നമുക്ക് പ്രോഡക്ട്സ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ലബോറട്ടറി മെത്തേഡിന്റെ സ്കിമാറ്റിക് ഡയഗ്രാം ആണിത്. ലബോറട്ടറി മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഈ വർഷം മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ ആണ്. ഹെയ്ബേഴ്സ് പ്രോസസ്, ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഗ്യാസ്. നോക്കാം. ഗേഷ്യസ് നൈട്രജനും ഗേഷ്യസ് ഹൈഡ്രജനും ചേർന്ന് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും അയൺ എന്ന കാറ്റലിസ്റ്റും മോളിബ്ഡനം എന്ന പ്രൊമോട്ടറിൻ്റെയും പ്രസൻസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ അമോണിയ ഗ്യാസ് വിൽ ബി ഫോംഡ്. ഹെയ്ബേഴ്സ് പ്രോസസ്സിൻ്റെ ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് നൈട്രജൻ ഗ്യാസ് എൻ്റർ ചെയ്യുന്നു, കംപ്രസറിലൂടെ പാസ് ചെയ്യുന്നു. 700 കെൽവിൻ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ ഈ കംപ്രസർ യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ് ഇസ് ദി കാറ്റലിസ്റ്റ്. ഇവിടെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് Al2O3 ആണ് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അമോണിയ വിൽ ബി ഫോംഡ് ഹിയർ. ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമ്മളിതിനെ കളക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള എക്സസ് ആയിട്ട് വരുന്ന നൈട്രജനും ഹൈഡ്രജനും ഇതിലെ വീണ്ടും പാസ് ചെയ്ത് ഇറ്റ് ഈസ് റീസൈക്കിൾഡ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. Conditions to improve the yield of ammonia in Haber's process. ഒന്ന്, pressure 200 into 10 raised to 5 Pascal, 200 atmosphere തന്നെയാണ്. Temperature around 700 Kelvin. Catalyst iron ആണ്. Promoter molybdenum. ഇത് രണ്ടും കൂടാതെ വളരെ കുറഞ്ഞ amounts of Al2O3 and K2O is also added to increase the rate of the reaction. അമോണിയയുടെ പ്രോപ്പർട്ടീസ് ആണ്. കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് അമോണിയ. പഞ്ചന്റ് ഓർഡർ ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് പഞ്ചന്റ് ഓർഡർ.
പഞ്ചൻ്റ് ഓർഡർ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. കെമിസ്ട്രി ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് പഞ്ചൻ്റ് ഓർഡർ എന്ന് മനസ്സിലാവും. അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഓർഡർ ഒന്നും അല്ല, ഒരു സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അമോണിയ ഗ്യാസിൻ്റെ പഞ്ചൻ്റ് ഓർഡർ. ഇതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഹൈലി സോളിബിൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ. നൈട്രജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതുപോലെ സ്മോൾ ആയിട്ടുള്ള ആറ്റം അല്ലേ, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ. ഇത് കൂടാണ്ട് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് വേറൊരു ഇംപ്ലിക്കേഷനും കൂടി ഉണ്ട്. അമോണിയ ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിന്റ്, ഇപ്പോൾ അമോണിയ ഗ്യാസ് ലിക്വിഫൈ ചെയ്തിട്ട് അതിനെ ബോയിൽ ചെയ്യിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബോയിലിംഗ് പോയിന്റ് അല്ല അമോണിയയുടെ. ഒരു ഹയർ ആയിട്ടുള്ള, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണ് അമോണിയയ്ക്കുള്ളത്. ഇതിൻ്റെ കാരണം എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ ബോയിൽ ചെയ്യാനായിട്ട് താമസമുണ്ട്. ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൂയിസ് ബേസ് ആണ്. നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊരു ലൂയിസ് ബേസ് ആണ്. കൂടാതെ മെറ്റൽ അയോൺസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അമോണിയ ഗ്യാസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ കോപ്പർ അയോൺസ്. കോപ്പർ അയോൺസിന് ഒരു ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ കളർ, തുരിശ് കളർ. അമോണിയ ഗ്യാസുമായിട്ട് കോപ്പർ അയോൺസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ഫോം ചെയ്യും. CuNH3 4 times 2+. അതൊരു കോംപ്ലക്സ് ആണ്. കോംപ്ലക്സസ് എന്താണെന്ന് നമ്മൾ 9th യൂണിറ്റിൽ പഠിക്കും. സിൽവർ അയോണും കൂടി നമുക്ക് അമോണിയ ഗ്യാസ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സിൽവർ ക്ലോറൈഡ് ഒരു കേർഡി ആയിട്ടുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, തൈര് പോലെ ഇരിക്കുന്ന ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഈ സിൽവർ ക്ലോറൈഡ് നമ്മൾ അമോണിയ ഗ്യാസുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോളിബിൾ ആവും. ഈ തൈര് പോലെയുള്ള സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും, സോളിബിൾ ആവും, കളർലെസ് ആയിട്ട് മാറും. അതിന്റെ കാരണം മറ്റൊരു കോംപ്ലക്സ് ഫോം ചെയ്യും, AgNH3 twice Cl. അമോണിയയുടെ അക്വസ് സൊല്യൂഷൻ, അതായത് അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് വിൽ ബി ഫോംഡ് വിച്ച് ഇസ് എ ബേസ്. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് ഫോം ചെയ്യും, ലൈക്ക് അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ്, അങ്ങനെ. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് മറ്റ് സോൾട്ടുകളുടെ ഹൈഡ്രോക്സൈഡ്സിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫേറ്റ് റിയാക്ടിംഗ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്, സിങ്ക് ഹൈഡ്രോക്സൈഡ് വിൽ ബി പ്രസിപ്പിറ്റേറ്റഡ്. സിങ്ക് ഹൈഡ്രോക്സൈഡ് വൈറ്റ് കളറാണ്. സിങ്ക് സൾഫേറ്റിന്റെ സൾഫേറ്റും അമോണിയം ചേർന്നിട്ട് അമോണിയം സൾഫേറ്റ് ആയിരിക്കും മറ്റൊരു പ്രോഡക്റ്റ്. ഇനി ഫെറിക് ക്ലോറൈഡുമായിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Fe2O3.XH2O, FeOH thrice Fe2O3.XH2O എന്ന ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അതൊരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ്. പിന്നെ അമോണിയം ക്ലോറൈഡും മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസും മെറ്റൽ അയോൺ ഡിറ്റക്ഷൻ്റെ കെമിക്കൽ റിയാക്ഷൻസും ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കണം. അമോണിയ ഗ്യാസിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസസ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നൈട്രോജനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അമോണിയ ഗ്യാസ് യൂസ് ചെയ്യും. അമോണിയ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. എന്തൊക്കെയാണ്? പിരമിഡൽ സ്ട്രക്ചർ പഠിച്ചു, ലബോറട്ടറി പ്രിപ്പറേഷൻ, കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ചേർന്നിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ. ഹേബേഴ്സ് പ്രോസസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഗ്യാസ് ഫോം ചെയ്യുന്നത്. കണ്ടീഷൻസ് ടു ഇംപ്രൂവ് ദ yield അത് ഓർത്തിരിക്കുക. കൂടാതെ ഡിറ്റക്ഷൻ ഓഫ് മെറ്റൽ അയോൺസ്, 2 കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. കോപ്പർ അയോൺ ഡിറ്റക്ട് ചെയ്യുന്നതും സിൽവർ അയോൺ ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രോക്സൈഡ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, സിങ്ക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, അതുപോലെ Fe2O3.XH2O പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ തറോ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അതിലേക്ക് പോവാം. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ 6 ഓക്സൈഡുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ടേബിളിലുള്ള കാര്യങ്ങളും കൂടാതെ ഇവരുടെ റെസണൻസ് സ്ട്രക്ചേഴ്സും അത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് നൈട്രസ് ഓക്സൈഡ്, N2O, ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കും. എന്തായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? N2Oയിൽ +1 ആയിരിക്കും. +1. ലാഫിംഗ് ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത,
ഈ ഗ്യാസ് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും, ഒരു യൂഫോറിക് സ്റ്റേറ്റ്. മൈൽഡ് ആയിട്ടുള്ള ഒരു സെഡേറ്റീവ് ആയിട്ടും കൂടെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഡെന്റൽ പ്രൊസീജിയേഴ്സിലാണ് ഈ നൈട്രസ് ഓക്സൈഡ് ഇൻഹെയിൽ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അത് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആങ്സൈറ്റി, ഫിയർ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു വളരെ കാമായിട്ടുള്ള ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അല്ലാതെ നമ്മളെ അനിയന്ത്രിതമായിട്ട് ചിരിപ്പിക്കുകയൊന്നുമില്ല, പക്ഷെ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുക. അമോണിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്തിട്ടാണ് നൈട്രസ് ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് വാട്ടറാണ്. ഇതിൻ്റെ കെമിക്കൽ നേച്ചറും ഫിസിക്കൽ സ്റ്റേറ്റും ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. അത് ന്യൂട്രൽ ആണ്. അടുത്ത കോമ്പൗണ്ട് നൈട്രിക് ഓക്സൈഡ്. നേച്ചറിൽ തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ടാവുമ്പോൾ നൈട്രജൻ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് സോഡിയം നൈട്രൈറ്റും ഫെറസൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ്. കളർലെസ് ഗ്യാസ് ആണ്, ന്യൂട്രൽ ആണ്. നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? നൈട്രിക് ഓക്സൈഡിൽ +2 ആയിരിക്കും. കാരണം NO എന്നല്ലേ, -2 ആണ് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. അടുത്ത കോമ്പൗണ്ട് N2O3. N2O3യിൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +3 ആണ്. പ്രിപ്പറേഷൻ ഇങ്ങനെയാണ്. നൈട്രിക് ഓക്സൈഡും N2O4ഉം നൈട്രജൻ ടെട്രാ ഓക്സൈഡ്, ഡൈനൈട്രജൻ ടെട്രാ ഓക്സൈഡും കൂടെ 250 കെൽവിനിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് N2O3 ഫോം ചെയ്യുന്നത്. N2O3യുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ബ്ലൂ സോളിഡ്. ബ്ലൂ സോളിഡ് ആണ്. നേച്ചർ എന്താണ്? അസിഡിക് നേച്ചറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നെയിം എ ബ്ലൂ കളേർഡ് സോളിഡ് വിച്ച് ഈസ് എൻ ഓക്സൈഡ് ഓഫ് നൈട്രജൻ. ഏതാണ്? N2O3. അടുത്ത കോമ്പൗണ്ട് നൈട്രജൻ ഡയോക്സൈഡ്, NO2. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. NO2ൽ Nന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? Oയുടെ -2 × 2 -4 എന്ന് കിട്ടും. അപ്പോൾ നൈട്രജന്റെ എത്രയായിരിക്കും? +4 വിൽ ബി ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്താൽ മതി. ലെഡ് നൈട്രേറ്റ് ആണ് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഏത് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്താലും നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും. ലബോറട്ടറിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ ഈ നൈട്രജൻ ഡയോക്സൈഡ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കാരണം അതിനൊരു റെഡിഷ് ബ്രൗൺ കളറാണ്. റെഡിഷ് ബ്രൗൺ കളറുമാണ്, അസിഡിക് നേച്ചറുമാണ്. ഓക്കെ, അപ്പോൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്തായിരുന്നു? കളർലെസ് ആയിരുന്നു. രണ്ടുപേരും ഗ്യാസ് ആയിരുന്നു, ന്യൂട്രൽ ആയിരുന്നു. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്ലൂ കളറിലെ സോളിഡ് ആയിരുന്നു, പക്ഷെ നേച്ചർ അസിഡിക് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇത് ബ്രൗൺ കളേർഡ് ഗ്യാസ് ആണ്, നേച്ചർ അസിഡിക് ആണ്. ഇനി അടുത്ത കോമ്പൗണ്ട് N2O4. N2O4 ഉണ്ടാകുന്നത് NO2 നൈട്രജൻ ഡയോക്സൈഡ് ഡൈമറൈസ് ചെയ്യുമ്പോഴാണ്. എന്താണ് ഡൈമറൈസ് എന്ന് പറഞ്ഞാൽ? 2 മോളിക്യൂൾസ് ചേർന്ന് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നതാണ് ഡൈമറൈസേഷൻ. ഇപ്പോൾ 2 NO2 മോളിക്യൂൾസ് കൂൾ ചെയ്യുമ്പോൾ സിംഗിൾ ആയിട്ട് മാറും, N2O4 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ കളർലെസ് സോളിഡ് ഓർ ലിക്വിഡ്. ഒന്നെങ്കിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ്. കൂൾ ചെയ്യുമ്പോഴാണ് ഇത് N2O4 ആയിട്ട് മാറുന്നത്. ഈ N2O4നെ നമ്മൾ കുറച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറും. അസിഡിക് തന്നെയാണ് നേച്ചർ. എത്രയായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് N2O4ൽ? നൈട്രജന്റെ +4 തന്നെ ആയിരിക്കും. ലാസ്റ്റ് വൺ ഡൈനൈട്രജൻ പെന്റോക്സൈഡ്, N2O5. N2O5ൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +5 ആയിരിക്കും. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നൈട്രിക് ആസിഡും ഫോസ്ഫറസ് ഡെക്കാ ഓക്സൈഡ് P4O10 ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനിലാണ്. ഇറ്റ് ഈസ് എ കളർലെസ് സോളിഡ്, അസിഡിക് ഇൻ നേച്ചർ. കളർലെസ് സോളിഡ്, അസിഡിക് ഇൻ നേച്ചർ.
അപ്പോൾ നിങ്ങൾക്ക് ഈ 6 പേരെയും കുറിച്ചുള്ള ഒരു ബ്രീഫ് പിക്ചർ കിട്ടി അല്ലേ? 1 വേർഡിനുള്ള സ്കോപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഫിസിക്കൽ നേച്ചറിൽ നിന്നുള്ളത്. അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ 6 പേരുടെയും റെസണൻസ് സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കാം. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല. ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ മാത്രം ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. N2O, N2O. 2 നൈട്രജനിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 10 ഇലക്ട്രോൺസ് പ്ലസ് ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ 16 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് N2Oയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തെയാണ് നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ നൈട്രജനും ഓക്സിജനും വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് ആരാണ്? നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജനെയാണ് നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് 3 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരാളെ നമുക്ക് നടുക്ക് വെച്ചല്ലേ പറ്റും. സോ വി വിൽ പ്ലേസ് 1 നൈട്രജൻ അറ്റ് ദി സെൻറ്റർ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ നൈട്രജനിലേക്ക് ബാക്കി 2 ആറ്റംസ്, ഒരു നൈട്രജനും ഉണ്ട് ഒരു ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഒരാളെ ഇപ്പുറത്തും ഒരാളെ ഇപ്പുറത്തും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇലക്ട്രോൺസ്, അങ്ങനെ 4 ബോണ്ട് പേഴ്സ് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 16ൽ നിന്ന് 4 ഇലക്ട്രോൺസ് പോയി. ഇനി ബാക്കി 12 ഇലക്ട്രോൺസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് വീതമായി? 2 2 4 2 6 2 8 ഇലക്ട്രോൺസ് ഓൾറെഡി അക്കൗണ്ടഡ് ആയി. മാത്രമല്ല ഈ നൈട്രജനിൽ ഇപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. മാക്സിമം 8 ഇലക്ട്രോൺസേ ഒരു ആറ്റത്തിന് ചുറ്റും ഉണ്ടാകാൻ പാടുള്ളൂ, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ നൈട്രജൻ നടുക്കത്തെ സെൻറ്ററിലുള്ള നൈട്രജൻ ഇപ്പോൾ സ്റ്റേബിളായി. അപ്പോൾ മൊത്തം 8 ഇലക്ട്രോൺസ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. 16ൽ നിന്നും 8 പോയി. ഇനി 8 ഇലക്ട്രോൺസും കൂടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇനിയുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്തു, ഇവിടെ 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്തു. അപ്പോൾ ഈ നൈട്രജന് 1 2 3 4 5 6 7 8 8 ഇലക്ട്രോൺസ് ആയി. ഇനി ഓക്സിജന് 2 ഇലക്ട്രോൺസ് ഇപ്പുറത്തും 2 ഇലക്ട്രോൺസ് ഇപ്പുറത്തും കൊടുത്തപ്പോൾ ഇവിടെയും ഓക്സിജനിൽ 8 ഇലക്ട്രോൺസ് ആയി. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് എണ്ണി നോക്കാം നമ്മുടെ പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റായോ എന്ന്. അപ്പം ഇവിടെ 2 ഡബിൾ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺസ് ആയി അല്ലേ? സോ ഹിയർ വി ഹാവ് 4 ഇലക്ട്രോൺസ്, ഹിയർ വി ഹാവ് 4 ഇലക്ട്രോൺസ്. ഇവിടെ 2, ഇവിടെ 2. 4 + 4 8 + 2 10 + 2 12 + 2 14 + 2 16. അപ്പോൾ 16 ഇലക്ട്രോൺസിനെയും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ബോണ്ട് പെയറും ലോൺ പെയറും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ 16 ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? റെസണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നൈട്രജനിലെയും ഓക്സിജനിലെയും വാലൻസ് ഇലക്ട്രോൺസ് എത്രയുണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. N2Oയിൽ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. 2 നൈട്രജൻ ആറ്റംസിൻ്റെയും വാലൻസ് ഷെല്ലിൽ 5 + 5 10 ഇലക്ട്രോൺസ്. ഓക്സിജൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 16 ഇലക്ട്രോൺസ്. ഈ 16 ഇലക്ട്രോൺസിനെ നമ്മൾ 2 നൈട്രജനിലും 1 ഓക്സിജനിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ആറ്റത്തിനും ഒക്ടറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് റൂൾസൊക്കെ അറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. N ഡബിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് O. ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ലോൺ പെയറുകളായിട്ടും ബോണ്ട് പെയറുകളായിട്ടും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി മറ്റൊരു പോസിബിൾ സ്ട്രക്ചർ N ട്രിപ്പിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് O. ലീനിയർ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് N2O. അടുത്തത് NO. 5 6 11 ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പോസിബിൾ സ്ട്രക്ചേഴ്സ്, ഇവിടെ ഒരു ഓഡ് ഇലക്ട്രോൺ വരും. 11 ഇലക്ട്രോൺസ് ആണല്ലോ.
അപ്പോൾ ഒരു ഓഡ് ഇലക്ട്രോൺ വരും, അത് ഒന്നെങ്കിൽ ഓക്സിജനിൽ വരും അല്ലെങ്കിൽ നൈട്രജനിൽ വരും. ലൂയിസ് സ്ട്രക്ചർ ആണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഈ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സെന്ററിൽ പ്ലേസ് ചെയ്യുക. 2 നൈട്രജനും 3 ഓക്സിജൻ ആറ്റംസും ആണ് N2O3 അപ്പോൾ 28 ഇലക്ട്രോൺസ് ഉണ്ടാവും ടോട്ടൽ ബാലൻസ് ഷെല്ലിൽ. അപ്പോൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 2 നൈട്രജൻ ആറ്റംസിനെയും സെന്ററിൽ പ്ലേസ് ചെയ്യണം, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത്. അവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്താലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടുക. ഇലക്ട്രോൺസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൈട്രജനിൽ ഒരു ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ടും മറ്റൊരു ഓക്സിജനുമായിട്ട് സിംഗിൾ ബോണ്ടുമാണ് ഇവിടെ അല്ലേ. ഇനി റെസൊണൻസ് സ്ട്രക്ചർ വരുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ആദ്യത്തെ ഓക്സിജനിൽ നിന്നും രണ്ടാമത്തെ ഓക്സിജനിലേക്ക് മാറി, അത്രയേ ഉള്ളൂ. ഇവിടെ വേറെ ഒരു ഡിഫറൻസ് വരാൻ പറ്റില്ലല്ലോ. ഇനി NO2 5 ഇലക്ട്രോൺസ് നൈട്രജനിലും 12 ഇലക്ട്രോൺസ് ഓക്സിജനിലും. അപ്പോൾ 17 ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. 17 ഇലക്ട്രോൺസ് 17 എന്ന് വരുമ്പോൾ ഒരു ഇലക്ട്രോൺ ഓഡായിട്ട് വരും. ഇവിടെ നൈട്രജൻ സെന്ററിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഓഡ് ഇലക്ട്രോൺ നൈട്രജനിൽ തന്നെ ഇടാനാണ് നിർവാഹമുള്ളൂ. ഈ ഡബിൾ ബോണ്ട്, ഈ ഓക്സിജനിലെ ഡബിൾ ബോണ്ട് തിരിച്ചിപ്പുറത്തേക്ക് ഇടാമെന്ന് മാത്രം. ദാറ്റ് ഇസ് ദി ഓൺലി ഡിഫറൻസ് ഇൻ ദി റെസൊണൻസ് സ്ട്രക്ചർ. ഈ NO2 ഈ നൈട്രജനിലുള്ള ഈ ഓഡ് ഇലക്ട്രോൺ കാരണമാണ് അതിന് ഡൈമറൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. N2O4 ആയിട്ട് ഡൈമറൈസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഓഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ്. N2O4ന്റെ സ്ട്രക്ചർ നോക്കൂ. മിഡിലിൽ 2 നൈട്രജൻ ആറ്റംസ്. ഓരോ നൈട്രജൻ ആറ്റംസിൽ ഈ 2 ഓക്സിജൻ ആറ്റംസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഒരെണ്ണത്തിൽ ഒരു NO സിംഗിൾ ബോണ്ടാണ്, അടുത്ത NO ഡബിൾ ബോണ്ടാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അല്ല ഏതെങ്കിലും ഒരു ഓക്സിജനിലെ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ട്രാൻസ് സ്ട്രക്ചർ അല്ലേ. ഡബിൾ ബോണ്ട്സ് ട്രാൻസ് ആയിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്, ഇതിൽ ഡബിൾ ബോണ്ട്സ് സിസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി N2O5 പോസിബിലിറ്റീസ് 5 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഈ 5ാമത്തെ ഓക്സിജൻ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു സ്പോട്ട് ഇതാണ്. 2 നൈട്രജനും ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് 5ാമത്തെ ഓക്സിജൻ. ബാക്കി സ്ട്രക്ചർ എന്തുപോലെ തന്നെയാണ്, N2O4 പോലെ തന്നെയാണ് ലൂയിസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. സിസും ട്രാൻസും ആയിട്ട് ആ ഡബിൾ ബോണ്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കഴിഞ്ഞു. ഇനി അടുത്ത കമ്പൗണ്ട് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ലബോറട്ടറിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. ടീച്ചർ എഴുതാം. NaNO3 plus H2SO4 giving NaHSO4 plus HNO3. ഇതാണ് ലബോറട്ടറി മെത്തേഡ്. സ്മോൾ സ്കെയിൽ ആയിട്ട് നമ്മൾ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. മേജർ ആയിട്ടുള്ള ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾസ് പ്രോസസ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഓസ്റ്റ്വാൾസ് പ്രോസസ് ആണ് നൈട്രിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന്റെ പേര്. പ്ലാറ്റിനം ഗോസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സിൽ അമോണിയയും ഓക്സിജൻ ഗ്യാസും കൂടിയാണ് ആദ്യം റിയാക്ട് ചെയ്യുന്നത് ടു ലിബറേറ്റ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യും ഓക്സിഡേഷൻ ചേംബറിൽ. കണ്ടോ, ഓക്സിഡേഷൻ ചേംബർ. എന്നിട്ട് നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറിലേക്ക് അബ്സോർബ് ചെയ്തിട്ടാണ് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അമോണിയ ഗ്യാസും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യും. ഇവിടെ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 500 കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ട്, 9 ബാർ പ്രഷറും ഉണ്ട്.
ഫസ്റ്റ് സ്റ്റെപ്പിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോം ചെയ്ത നൈട്രിക് ഓക്സൈഡ് ഓക്സിഡേഷൻ ചേംബറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നടക്കുന്നത് അബ്സോർപ്ഷൻ ടവറിലാണ്. അവിടെ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറിലേക്ക് അബ്സോർബ് ചെയ്യും, നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. ഇവിടെ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. നമുക്കിവിടെ ഉണ്ടാക്കിയ നൈട്രിക് ആസിഡിനെ 68% ബൈ മാസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ഫർദർ കോൺസെൻട്രേഷൻ 98% കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്യാം. എന്താണ് ഡീഹൈഡ്രേഷൻ? റിമൂവിങ് വാട്ടർ. ഗേഷ്യസ് സ്റ്റേറ്റിൽ നൈട്രിക് ആസിഡ് ഒരു പ്ലനാർ മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി എക്വസ് സ്റ്റേറ്റിലാണെങ്കിൽ അത് ഒരു സ്ട്രോങ് ആസിഡാണ്. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. കോപ്പറും സിങ്കും ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ആദ്യം കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ നൈട്രേറ്റ്, നൈട്രിക് ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ദി പ്രോഡക്ട്സ്. നൈട്രിക് ഓക്സൈഡ്. ഇനി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോപ്പറും ആയിട്ടാണ് റിയാക്ഷൻ എങ്കിൽ കോപ്പർ നൈട്രേറ്റും വാട്ടറും കോമൺ ആണ്. പക്ഷെ നൈട്രിക് ഓക്സൈഡിന് പകരം നൈട്രജൻ ഡയോക്സൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ നൈട്രജന്റെ ഓക്സൈഡിൽ വ്യത്യാസമുണ്ട്, അത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. റിയാക്ഷൻ വിത്ത് സിങ്ക്. കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ പോലെ സിങ്കും ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് നൈട്രേറ്റും വാട്ടറും കോമൺ ആണ്, ഡൈല്യൂട്ട് ആണെങ്കിലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിലും. പക്ഷെ ഓക്സൈഡുകളിൽ വ്യത്യാസമുണ്ട്. കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്ത സ്ഥലത്ത് ഇവിടെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ N2O നൈട്രസ് ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് സെയിം കോമ്പൗണ്ട്സ് തന്നെയാണ്, നൈട്രജൻ ഡയോക്സൈഡ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സിങ്കുമായിട്ടുള്ള റിയാക്ഷനും കോപ്പറുമായിട്ടുള്ള റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ചില മെറ്റൽസ്, ക്രോമിയം, അലുമിനിയം പോലുള്ള മെറ്റൽസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യില്ല. കാരണം ഇതാണ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെ പ്രസൻസിൽ ക്രോമിയോ അലുമിനിയോ ഒക്കെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ഓക്സൈഡ് ഫിലിം, അലുമിനിയം ആണെങ്കിൽ അലുമിനിയം ഓക്സൈഡ്, ക്രോമിയം ആണെങ്കിൽ ക്രോമിയം ഓക്സൈഡ് ഈ മെറ്റലിന്റെ സർഫസിൽ വന്ന് ഉണ്ടാവും. ഈ ഓക്സൈഡ് കോട്ടിംഗ് ആണ് അലുമിനിയത്തെയും ക്രോമിയത്തെയും നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് നോൺ മെറ്റൽസിനെയും അവരുടെ കോമ്പൗണ്ട്സിനെയും ഓക്സിഡൈസ് ചെയ്യും. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ്, അത് പ്രത്യേകം ഓർക്കണം. ഫസ്റ്റ് വൺ അയഡിൻ. അയഡിൻ ഒരു നോൺ മെറ്റൽ ആണ്. അയഡിനും നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HiO3 അയഡിക് ആസിഡ് വിൽ ബി ഫോംഡ്. കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വിൽ ബി ഫോംഡ്. സൾഫറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡ് വിൽ ബി ഫോംഡ്. ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് വിൽ ബി ഫോംഡ്. ബാക്കി എല്ലാ പ്രോഡക്ട്സും സെയിം ആണ്, നൈട്രജൻ ഡയോക്സൈഡും വാട്ടറും. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അയഡിൻ ഫോംസ് ഹൈഡ്രൈഡിക് ആസിഡ്, കാർബൺ ഫോംസ് കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഫോംസ് സൾഫ്യൂറിക് ആസിഡ്, ഫോസ്ഫറസ് ഫോംസ് ഫോസ്ഫോറിക് ആസിഡ്. ബാക്കി രണ്ട് പ്രോഡക്ട്സ് ആരൊക്കെയാണ്? നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കോൺസെൻട്രേറ്റഡ് എന്ന് പ്രത്യേകം എഴുതണം കേട്ടോ. ഇവിടെ ടീച്ചർ എഴുതാൻ വിട്ടുപോയി. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ HNO3 കോൺസെൻട്രേറ്റഡ് ആണെന്ന് ബ്രാക്കറ്റിൽ നിർബന്ധമായിട്ടും എഴുതണം. ബ്രൗൺ റിംഗ് ടെസ്റ്റ്. സോൾട്ട് അനാലിസിസ് പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് പഠിക്കും. നൈട്രേറ്റ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ആ ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ ബ്രൗൺ റിംഗ് എന്ത് കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ദിസ് ഇസ് ദി കോമ്പൗണ്ട് Fe(H2O) 5 times NO2+. ആ കോമ്പൗണ്ടിന്റെ പേര് ഓർത്തിരിക്കണം, കെമിക്കൽ ഫോർമുലയും ഓർത്തിരിക്കണം. എന്താണ്? Fe(H2O) 5 times NO2+, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. ലാസ്റ്റ് ടോപ്പിക്, യൂസസ് ഓഫ് നൈട്രിക് ആസിഡ്. ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമോണിയം നൈട്രേറ്റ് വേണം. അമോണിയം നൈട്രേറ്റും മറ്റു പല നൈട്രേറ്റ്സും
നൈട്രിക് ആസിഡിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. എക്സ്പ്ലോസീവ്സ് ആൻഡ് പൈറോ ടെക്നിക്സ്. എക്സ്പ്ലോസീവ്സ് എന്താണ്? പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് പൊളിക്കണം, അങ്ങനെയുള്ള എക്സ്പ്ലോസീവ്സ്. അതുപോലെ സോൾജിയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന എക്സ്പ്ലോസീവ്സ് ഒക്കെ ഇല്ലേ, അതും ഒക്കെ നൈട്രേറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പൈറോ ടെക്നിക്സ്. പൈറോ ടെക്നിക്സ് മീൻസ് ക്രാക്കേഴ്സിൻ്റെ ബേസ്റ്റിംഗ് ആണ്. പിന്നെ മറ്റു ചില നൈട്രോ കോമ്പൗണ്ട്സ്, ഓർഗാനിക് ആയിട്ടുള്ള നൈട്രോ കോമ്പൗണ്ട്സ് ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് നൈട്രോഗ്ലിസറിൻ, ട്രൈനൈട്രോടൊൽവീൻ, ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ്. പിന്നെ പിക്ലിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിക്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിലൊക്കെ ഉണ്ടാവുന്ന റസ്റ്റ് പോലുള്ള കോട്ടിങ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡിൽ മുക്കിയെടുക്കും അതിനെ. എച്ചിങ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിലുള്ള എഴുത്ത് ഇപ്പോൾ ടീച്ചർ കാണിച്ചു തരാം. ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്. റോക്കറ്റ് ഫ്യൂവൽസിൽ ഓക്സിഡൈസറായിട്ടും നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിക്ലിംഗ് കണ്ടോളൂ. ബിഫോർ പിക്ലിംഗ് ആ സ്റ്റീലിലൊക്കെ ബ്രൗൺ കളറിൽ റസ്റ്റ് പോലെ ഫോം ചെയ്തിരിക്കുന്നുണ്ടോ, അത് നൈട്രിക് ആസിഡിൽ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി അടുത്ത് നോക്ക്, എച്ചിങ്. എച്ചിങ് ഇതാണ്. മെറ്റൽസിൽ ഇങ്ങനെ കൊത്തി എഴുതുന്ന ടെക്നിക്കാണ് എച്ചിങ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. പൈറോ ടെക്നിക്സ് ഉദ്ദേശിക്കുന്നത് ഇതാണ്. പല കളേർഡ് കളർഫുൾ ആയിട്ടുള്ള ക്രാക്കേഴ്സ്, പടക്കമൊക്കെ ഉണ്ടാക്കുന്നത് ഈ നൈട്രിക് ആസിഡ് കൊണ്ടുള്ള എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ടാണ്. ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോസ്ഫറസിനെ കുറിച്ച് പഠിക്കാം. ഇക്വേഷൻസ് ഒന്നും കണ്ട് ആരും പേടിക്കണ്ട. നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് മാത്രം ഒരു ഫ്ലോ ചാർട്ട് പോലെ ടീച്ചർ അവസാനം ചെയ്തു തരാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.